പത്തനംതിട്ട വടശ്ശേരിക്കര സാലമൻ കൊലക്കേസിൽ പ്രതി പ്രകാശിന് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ ജഡ്ജ് മിനിമോൾ ഫറൂഖാണ് ശിക്ഷ വിധിച്ചത്. കന്യാകുമാരി സ്വദേശിയായ സാലമൻ 2017 കൊല്ലപ്പെട്ടത്. മരണം ഉറപ്പിക്കാൻ മൃതദേഹത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയ കേസ് കൂടിയാണ് വിധി. സാലമനെ ഇരുമ്പുപടി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി. മരണമുറപ്പിക്കാൻ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി. ഇതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതി പ്രകാശനെ തിരുവനന്തപുരം പാലോട് നിന്നാണ് പോലീസ് പിടികൂടിയത്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം മറ്റൊരു കൊലപാതക ശ്രമക്കേസിൽ പ്രകാശ് പിടിയിലായതോടെയാണ് വടശ്ശേരിക്കര കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. റാന്നിക്ക് സമീപം റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു പ്രകാശ്. തോട്ടം നോക്കുന്ന ജോലിയായിരുന്നു കൊല്ലപ്പെട്ട സാലമന്. ടാപ്പിംഗുമായി ബന്ധപ്പെട്ട് സാലമനും പ്രകാശും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സാഹചര്യ തെളിവുകൾ കേസിൽ നിർണായകമായെന്ന് പ്രോസിക്യൂഷൻ ബിന്നി പറഞ്ഞു. ഈ കേസിൻ്റെ അകത്തിൽ ദൃക്സാക്ഷികളില്ലാത്ത കേസിൻ്റെ അകത്തിൽ സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ ലാസ്റ്റ് തീൻ തിയറിയും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റിൻ്റെയും സയൻറ്റിഫിക് എക്സ്പേർട്ട് ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഈ കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ പത്തനംതിട്ട ഡിവൈഎസ്പിയും 2017 റാന്നി സിഐയുമായിരുന്ന നൂഹ്മാൻ എസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. എല്ലാ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ശേഖരിച്ച് നല്ലൊരു അന്വേഷണം ഏകോപിപ്പിച്ചൊരു അന്വേഷണമായിരുന്നു. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ഭാഗത്ത് നല്ല ഇടപെടലുണ്ടായി. അതുകൊണ്ടാണ് പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടാൻ സാധിച്ചത്. പിഴത്തുകയിൽ 1.5 ലക്ഷം രൂപ കൊല്ലപ്പെട്ട പ്രകാശിന്റെ കുടുംബത്തിന് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. തുക അടച്ചില്ലെങ്കിൽ 2 വർഷം അധികം ശിക്ഷ അനുഭവിക്കണം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.